ജൈവ കൃഷിയിൽ വിജയം കൊയ്ത് ആലക്കോട് സ്വദേശിയായ 75-കാരൻ 3.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പരമേശ്വരൻ നായരുടെ ഔഷധ കിഴങ്ങ് വർഗ്ഗങ്ങളടക്കമുള്ള കൃഷിത്തോട്ടം. മികച്ച കർഷകനുള്ള 100-ൽ പരം പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സാധാരണ കൃഷിത്തോട്ടങ്ങളിൽ പച്ചക്കറികളും മറ്റുമാണെങ്കിൽ ആലക്കോട് സ്വദേശിയായ തുണ്ടത്തിൽ പരമേശ്വരൻ നായരുടെ 3.5 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് ഔഷധ ഗുണമുള്ള കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷിയാണ്. കൂർക്ക, കാച്ചിൽ, നനകിഴങ്ങ്, മഞ്ഞൾ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലധികമായി കാർഷിക രംഗത്ത് സജീവവുമാണ് ഇദ്ദേഹം. കിഴങ്ങു കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: പ്രധാനമായിട്ട് ഇവിടെ ചേന കൃഷിയുണ്ട്, കാച്ചിലുണ്ട്, കപ്പയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. മെയിനായിട്ട് കാശ് കിട്ടുന്ന 2 സാധനം, ഒന്ന് നനകിഴങ്ങ്, ഒന്ന് കൂർക്ക 2 എണ്ണമുണ്ട്. നനകിഴങ്ങെന്ന് പറയുന്നതും ചെറുകിഴങ്ങെന്ന് പറയുന്നതും മുക്കിഴങ്ങെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മത്തങ്ങ പോലെ ഉരുണ്ടിരിക്കുന്ന സാധനമാണ്. നനകിഴങ്ങെന്ന് പറയുന്നത് നല്ല നീളത്തിലുള്ള ഒരു ഒറ്റക്കിഴങ്ങായിരിക്കും. അങ്ങനത്തെ സാധനമാണ്. അതെല്ലാം ഔഷധ വീര്യമുണ്ടെന്ന് പറയുന്നു, എല്ലാവരും അങ്ങനെ വാങ്ങുന്നു. വളപ്രയോഗത്തിന് ജൈവവളം നമ്മൾ സ്വന്തം ഉണ്ടാക്കും. മുട്ടത്തോട്, ഉള്ളിത്തൊലി, ചായച്ചണ്ടി, പിണ്ണാക്കെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇരിപ്പുണ്ട്. മില്ലിലെ ലാട്ട് വരുന്ന പിണ്ണാക്കെല്ലാം എനിക്ക് വിളിച്ചു തരും. അങ്ങനെ ലാട്ട് സാധനങ്ങളെല്ലാം കിട്ടുന്നു. പച്ചക്കറിയുടെ എല്ലാം വേസ്റ്റുകളെല്ലാം കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ടൊരു ജൈവ വളം ഉണ്ടാക്കി ചവറുകളെല്ലാം വെട്ടിയിട്ട് ആ വളം വാരി ഇട്ടിട്ടാണ് ഇത് വീണ്ടും പണിയെടുക്കുന്നത്. വർഷമിത്രയായിട്ടും വിളവെടുത്ത കിഴങ്ങുവർഗ്ഗങ്ങൾ വിപണിയിൽ വിറ്റഴിച്ച ശീലം ഇദ്ദേഹത്തിനില്ല. ആവശ്യക്കാർ തോട്ടത്തിലെത്തി നേരിട്ട് വാങ്ങുന്നു. അഴുകിയ ഇലകൾ, ഉള്ളിത്തോലി, മുട്ടത്തോട് തുടങ്ങിയവയാണ് പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത്. മികച്ച കർഷകനടക്കമുള്ള 100-ലധികം പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.